കട്ടപ്പന സുവർണഗിരിയിൽ യുവാവിനെ വെട്ടിക്കൊലപ്പെടുത്തിയ സംഭവത്തിൽ പ്രതിയെ സ്ഥലത്തെത്തിച്ച് തെളിവെടുപ്പ് നടത്തി. ഫോറൻസിക് സംഘവും തെളിവുകൾ ശേഖരിച്ചു. വെള്ളിയാഴ്ച വൈകുന്നേരമാണ് ഭാര്യ വീട്ടിലെത്തിയ സുബിൻ ഫ്രാൻസിസിനെ വെൺമാന്ത്ര ബാബു കോടാലി ഉപയോഗിച്ച് കൊലപ്പെടുത്തിയത്. ഗർഭിണിയായ ഭാര്യയെ കാണാൻ എത്തിയതാണ് ഇലക്ട്രിക്കൽ ജോലിക്കാരനായ കൊല്ലപ്പെട്ട സുബിൻ. വഴിയരികിൽ കാർ പാർക്ക് ചെയ്ത് വീട്ടിലേക്ക് പോകാൻ തുടങ്ങിയപ്പോൾ ഇതുവഴി വന്ന പ്രതി ബാബു അസഭ്യം പറഞ്ഞു. തുടർന്ന് ഇരുവരും തമ്മിൽ വാക്കേറ്റമായി. ഇതിന് പിന്നാലെയാണ് ബാബു ഇയാളുടെ വീടിനുള്ളിൽ നിന്ന് കോടാലി എടുത്ത സുബിനെ അടിച്ചത്. അടികൊണ്ട് നിലത്ത് വീണ സുബിന്റെ തലയ്ക്ക് വീണ്ടും കോടാലി കൊണ്ട് ആഞ്ഞടിച്ചു. സുബിന്റെ ഭാര്യാ സഹോദരിയുടെ മുൻപിൽ വെച്ചായിരുന്നു ആക്രമണം. ഗുരുതരമായി പരിക്കേറ്റ യുവാവിനെ നാട്ടുകാർ ചേർന്ന് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ലെന്ന് പ്രദേശവാസിയായ ടോമി പറയുന്നു. അവന്റെ ഈ സുബിൻ കാർ കൊണ്ടുപോയിട്ടു. സുബിന്റെ അമ്മായിപ്പനും ഫാദർലോയും സുബിനും കൂടി ഇവിടെ വന്ന് അവർ വണ്ടി ഒതുക്കിയിട്ടേച്ച് അന്നേരത്തിന് ഞാൻ ഓർത്ത് ഇവർ താഴോട്ട് വീട്ടിലോട്ട് പോകുമെന്ന് ഓർത്തെ. ഞാൻ കുളിക്കാനായിട്ട് ബാത്റൂമിലേക്ക് പോയപ്പോൾ ഇവിടെ ആ സുബിന്റെ അനിയത്തി, ഭാര്യയുടെ അനിയത്തി അവിടെ വന്ന് കിടന്ന് ഒച്ചക്കിടന്ന് കാറി എൻ്റെ സുബിൻ ചേട്ടാ ഇതേ കൊല്ലുന്ന ഓടി വായുവെന്നും പറഞ്ഞ് കാറിയപ്പം ഞാൻ ഓടി വന്നപ്പോഴത്തേനും അവൻ വെട്ടി കുളിച്ച് കിടക്കുകയാണ്. തലക്കെട്ട് വെട്ടേറ്റ് കിടക്കുന്ന ഭാഗമാകാണ്ട് ഞാൻ ഓടി വന്ന് പോയി എടുത്ത് പൊക്കി മടി വെച്ച് കഴിഞ്ഞപ്പോൾ തന്നെ ചെവി കൂടെ മുക്കി കൂടെ ബ്ലഡ് വന്നു. ആള് അന്നേരം പോയി. അതിൻ്റെ മദർലോയും വന്നു. ഞങ്ങൾ 3 പേരും കൂടിയാണ് അവിടെ എത്തുന്നതിന് പോയി. ഇയാള് സ്ഥിരമെന്ന് പറഞ്ഞാൽ ഇവിടെ നാട്ടുകാർക്ക് ജീവിക്കാൻ മേലാത്ത അവസ്ഥ. വഴിയെ ഒരു മനുഷ്യർക്ക് നടക്കത്തില്ല. ഇവിടെയുള്ള അയൽവക്കക്കാർക്കൊന്നും ജീവിക്കത്തില്ല. ആകെപ്പാടെ ഇവൻ ഭയങ്കര ഒരു പ്രശ്നസന്ധി ഉണ്ടാക്കുന്നത്. എന്നെ തന്നെ കൊല്ലാൻ 2 പ്രാവശ്യം കല്ലു എടുത്തോണ്ട് പുറകെ വരികയും ഞാൻ അവിടുന്ന് വണ്ടി കൊണ്ടിട്ട് അതിന്റെ അളിയന്റെ വീട് അവിടെ അളിയന്റെ വീട്ടിൽ നിന്ന് വണ്ടി എടുത്തോണ്ട് വണ്ടി കൊണ്ടിട്ട് ഇങ്ങോട്ട് വരുമ്പോഴത്തേനും അവൻ പുറകെ കല്ലു എടുത്തോണ്ട് വലിയ കല്ലു എടുത്ത് എനിക്കിട്ട് എറിയാനായിട്ട് 2 പ്രാവശ്യം പോങ്ങി. ഞാൻ അവത്താവശ്യം തിരിഞ്ഞു നോക്കി, കാരണം ഞാൻ രക്ഷപ്പെട്ടതാണ്. ഇല്ല, അവൻ എന്നെ 2 പ്രാവശ്യം നോക്കി. പിന്നെ ഇവിടെ പലരോടും അവന് ഇതുപോലെ വഴിയെ പോകുന്ന പെണ്ണുങ്ങളോടൊക്കെ അസഭ്യം പറയുക, പെണ്ണുങ്ങളെ തുണി പൊക്കി കാണിക്കുക. അതുപോലെ തന്നെ അപ്പുറത്തെ വീട്ടിൽ അവരെ വഴി എന്ന് വെച്ചാൽ അസഭ്യം പറയുകയും തുണി പൊക്കി കാണിക്കുകയും എന്നോടും എല്ലാവരോടും, ഒരു മനുഷ്യനോടൊന്നും എല്ലാവരോടും. ഇതിനു മുമ്പ് പിന്നെ ഈ കരോട്ടൊരു ആലപ്പാട്ട് കുഞ്ഞോഞ്ചാട്ടൻ എന്ന് പറഞ്ഞൊരു പുള്ളിയെ തലച്ചിട്ട് വെട്ടുകയും ഒക്കെ ചെയ്തായിരുന്നു. പിന്നെ കുട്ടികളെ സ്കൂൾ കുട്ടികൾ ഒത്തിരി പേര് നടന്നു പോകുന്ന വഴിയാണ്. ഇതിലെ സ്കൂൾ കുട്ടികളും പണി കഴിഞ്ഞ് പണിക്കാർ പെണ്ണുങ്ങളും എല്ലാം നടന്നു പോകുന്ന സമയമാണ്. ഇവൻ അങ്ങനെ വട്ടോ അങ്ങനെയുള്ള കേസല്ല, ഇവന് കള്ളും കഞ്ചാവുമാണ്. ഇവന് കഞ്ചാവുപ്പനാണ് മെയിൻ. ഇവൻ ഈ കട്ടപ്പനയും സുവർണഗിരിയും എല്ലാം ഇവൻ കഞ്ചാവുപ്പനെയും മയക്കുമരുന്നിന്റെ ബിസിനസ് ആണ് ഇവന് കൂടുതൽ. ഇവൻ പിന്നെ അവിടെ എങ്ങാണ്ട് ഒരു മുളകയുടെ ഒരു കട്ടപ്പനയെങ്ങാണ്ട് നിൽക്കുന്നുണ്ടെന്നാണ് പറയുന്നത്. അതിന്റെ മറയിൽ എന്താ സംഭവം നമുക്കറിയത്തില്ല. ക്രിമിനൽ പശ്ചാത്തലമുള്ള ബാബുവിനെ പിന്നീട് അതിസാഹസികമായിട്ടാണ് പോലീസ് കീഴ്പ്പെടുത്തിയത്. ബലപ്രയോഗത്തിനിടെ എസ്ഐക്കും കോടാലി കൊണ്ട് വെട്ടേറ്റു. ഫോറൻസിക് ഉദ്യോഗസ്ഥരും സ്ഥലത്തെത്തി തെളിവുകൾ ശേഖരിച്ചു. യാതൊരു കുറ്റബോധവുമില്ലാതെ നടന്ന സംഭവങ്ങൾ ഇയാൾ പോലീസിനോട് വിവരിച്ചു. ലഹരി ഉപയോഗിച്ച ശേഷം ബാബു ആളുകളെ ആക്രമിക്കുന്നതും അസഭ്യം പറയുന്നതും സ്ഥിരമായിരുന്നെന്ന് നാട്ടുകാർ പറയുന്നു. കട്ടപ്പന ഡിവൈഎസ്പി PV ബേബിയുടെ നേതൃത്വത്തിൽ SHO N സുരേഷ് കുമാറും സംഘവുമാണ് പ്രതിയെ തെളിവെടുപ്പിന് എത്തിച്ചത്. കോടതിയിൽ ഹാജരാക്കിയ ബാബുവിനെ റിമാൻഡ് ചെയ്തു.